ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നമ്മുടെ ഷോപ്പിംഗ് അതേപോലെ വീട് പണീൻ്റെ കുറച്ച് ഗ്ലിംസാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ വളരെ നല്ല റിവ്യൂസാണ് എനിക്ക് കിട്ടിയത്. താങ്ക് യു. ഇനി ഈ വ്ളോഗിൽ ഞാൻ നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബാക്കി വരുന്ന പിന്നെ നമ്മൾ കാർഗോ എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത്, അതേപോലെ എങ്ങനെയാണ് പാക്ക് ചെയ്ത്, എങ്ങനെയാണ് അൺപാക്ക് ചെയ്ത്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. So keep watching and once again hello everyone and welcome. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട് പണി നമ്മൾ വീടിരിക്കലിൻ്റെ ഒരു 1 വീക്ക് മുന്നേ പോലും കരുതിയുന്നില്ല ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് വീടിരിക്കാൻ പറ്റും. കാരണം മുറ്റമൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കിടക്കായിരുന്നു. അതേപോലെ എക്സ്റ്റീരിയർ പെയിൻറ്റിങ്സ് ഒക്കെ സ്റ്റിൽ പെൻഡിങ് ആണ്. ബട്ട് സ്റ്റിൽ നമ്മൾ വേറെ കുറേ വർക്ക്സ് ഉള്ളിൽ ആശാരിപ്പണി, കാർപ്പൻട്രി വർക്ക്സ് ഒക്കെ പെൻഡിങ് ചെയ്യുന്നു. ഹാറ്റ്സ് ഓഫ് ടു ദി ഹോൾ ടീം. അവരെങ്ങനെയൊക്കെ നമുക്ക് ശരിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഈ ടൈൽസിൻ്റെ പണിക്കാരോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. കാരണം അവരാണ് നമ്മുടെ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നതാണ് ഈ വീട്ടുപേരിൻ്റെ ബോർഡ്. ശരിക്കും ഗ്രാനൈറ്റിൽ നമ്മൾ പതിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അത് അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. വളരെ സൂക്ഷിച്ചിട്ടാണ് ഇവരിത് പ്ലേസ് ചെയ്ത് തന്നത്. പിന്നെയാണ് ഞങ്ങൾ നമ്മുടെ വേർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. പ്രത്യേകിച്ചൊരു ഷോപ്പൊന്നല്ല, അധികം നമ്മൾ ഈ പ്ലാന്റ് ഫാക്ടറി പറഞ്ഞ ഷോപ്പ് നമ്മളെ ഫയർ സ്റ്റേഷൻ്റെ അടുത്ത് വരുന്നതാണ്. ഇവിടെ നിന്ന് എടുത്തത് പെരിന്തൽമണ്ണി തന്നെ. പിന്നെ കുറച്ച് ബാക്കിയുള്ള ചെടികൾ കിട്ടുന്നിടത്തുനിന്നൊക്കെ വാങ്ങി. അങ്ങനെ വേർട്ടിക്കൽ ഗാർഡനിൽ ഓരോ ലൈൻ നമ്മൾ ഒരു ചെടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം വീഡിയോൻ്റെ മിഡിൽ. അതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ചെടി നമുക്ക് ഉണ്ടാക്കി പോട്ടിലിടാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് റെഡി ഉള്ളത് തന്നെ പർച്ചേസ് ചെയ്തത്. നമുക്ക് പോട്ടിൻ്റെ കൂടെ ചെടി നമുക്ക് 20-25 ആ പ്രൈസിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കോമൺ വരുന്ന കുറച്ച് പ്ലാന്റ്സ്, നമ്മുടെ മണി പ്ലാന്റ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അവർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് തന്നത്. സത്യം പറഞ്ഞാൽ വേർട്ടിക്കൽ ഗാർഡൻ ഇങ്ങനെ ചട്ടി വാങ്ങിയിട്ടൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ വലിയ പണിയൊന്നുമില്ല, പക്ഷേ പണി തന്നെയാണ്. പക്ഷെ ആദ്യം ഇങ്ങനെ എൻജോയ് ചെയ്യണോണ്ട് കുറേയൊക്കെ ഹെൽപ്പായി. ശരിക്കും ഞങ്ങൾ ഈ വേർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ വീട്ടിൽ ടൈൽസിൻ്റെ ഫൈനൽ വർക്ക് നടക്കണം. അതായത് ടൈൽസിൻ്റെ ഇടയിൽ അപ്പോക്സി ഫിൽ ചെയ്യൂലേ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്ത് നിന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് പകുതി മുക്കാലോളം ഉമ്മ തന്നെയാണ് സെറ്റ് ചെയ്ത്. ഞാൻ ജസ്റ്റ് ക്ലീൻ ആക്കി കൊടുക്കിയിരുന്നു. ഹസ്ബൻഡ് ഇതൊക്കെ കൊണ്ടുവന്നേരിയായിരുന്നു കാർന്ന്. ഇതിൻ്റെ ഒരു ചെറിയ ട്രാൻസിഷൻ റീൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബ് ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ശരിക്കും ഹസ്ബൻഡ് പ്ലാൻ ആയിരുന്നു ഈ ഒരു സ്പേസ് ഇങ്ങനെ ആക്കി എടുക്കണമെന്ന്. അപ്പോൾ അവർ ഫാബ്രിക്കേറ്റേഴ്സിനോട് പറഞ്ഞ് ഗ്രില്ല് അടുപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ സെറ്റാക്കി. ഇങ്ങനെ വേർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ടീംസൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് കുറച്ച് എക്സ്പെൻസീവായി ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ സ്വയം ഇറങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഹൗസ് യൂട്ടൻസിൽസ് അതേപോലെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ, മെയിൻ സാധനങ്ങൾ വാങ്ങാനുള്ള ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇതാണ് നമ്മൾ പെരിന്തൽമണ്ണിയിലെ ജാംജും. പെരിന്തൽമണ്ണിയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, ഇത് വാവേഴ്സ് മോളിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സീറോ എന്താ പറയുക, സ്പൂണ് മുതൽ ബക്കറ്റ് വരെ എല്ലാം വാങ്ങണ്ടേ. അപ്പോൾ അങ്ങനത്തെ എല്ലാ പർച്ചേസിങ്ങിന് ഞങ്ങൾ ഒരു ഈവനിങ് അങ്ങനെ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ കട്ട്ലറി സെറ്റ്സ്, നോൺ സ്റ്റിക്ക് കുക്ക് വെയർ, പിന്നെ അതേപോലെ ഡിന്നർ സെറ്റ്സ് ഒക്കെ ഞങ്ങൾ ആദ്യം കാർഗോയിൽ വിട്ടിട്ടുണ്ടായിരുന്നു ദുബായിൽ തന്നെ. ഇതിൽ നമ്മളെ മെയിൻ കിച്ചണിലെ നമ്മളെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും അതേപോലെ ഇഡ്ഡലി പാത്രം, നൂൽപുട്ട്, അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങാനാണ് വന്നത്. നല്ലൊരു ഇഡ്ഡലി പാത്രം തന്നെയാണ് എനിക്ക് കിട്ടിയത്. 3 ഇഡ്ഡലിൻ്റെ തട്ട്, അതേപോലെ സ്റ്റീമർ സെപ്പറേറ്റ്. എനിക്ക് ശരിക്കും ഒരു സ്റ്റീമർ, ഇങ്ങനെ ഡബിൾ സ്റ്റീമർ അത്യാവശ്യമായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. കുറേ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ യൂസ് വരും. ശരിക്കും ഒരു 900 അത്ര ആ റേറ്റിലാണ് എനിക്കിതെല്ലാം കിട്ടിയത്.
മൺപാത്രങ്ങൾ കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് കൺഫ്യൂസായി എന്തൊക്കെ എടുക്കേണ്ടതെന്ന്. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ബേസിക് ഐറ്റംസ് വരുന്നത്, അതായത് അയൺ ബോർഡ്, അതേപോലെ ഒരു വലിയ ബിരിയാണി ചെമ്പ് ഉണ്ടായിരുന്നില്ല അത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പർച്ചേസ് ചെയ്തു. പിന്നെ നമ്മൾ OTG ഞങ്ങൾ ജാംജൂം തന്നെയാണ് പർച്ചേസ് ചെയ്തിരുന്നത്. പിന്നെ ഫ്രിഡ്ജിൻ്റെ അൺബോക്സിങ് ഫ്രിഡ്ജ് ഒക്കെ ഞങ്ങൾ ശരിക്കും നന്ദിയിലെത്തുന്ന വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഡെലിവറി ഞങ്ങളൊരു 15 to 20 days കഴിഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞ്. ഓൺ ഓഫറിലാണ് ഞങ്ങളിത് പർച്ചേസ് ചെയ്ത് വെച്ച്. പിന്നെയാണ് കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് ഞങ്ങൾ പോയത്. അതായത് നമ്മൾ പെരിന്തൽമണ്ണയിലെ റിലയൻസ് ട്രെൻഡ്സിൽ. അവിടെ അത്യാവശ്യം നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നു, ഓൺ ഓഫർ. അതേപോലെ അവിടെ കുറച്ച് ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ഡിസൈർഡ് എമൗണ്ടിന് ഷോപ്പിംഗ് ചെയ്താൽ അതിൽ നമുക്ക് കുക്കർ 300 രൂപയ്ക്ക്, അതേപോലെ മിക്സി 8000-ൻ്റെ മിക്സി നമുക്ക് 200 300 രൂപ 400 രൂപ എന്തോ കൊടുത്താൽ മിക്സി എടുക്കാം. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ചെയ്ത ആ എമൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ ഞങ്ങൾ മിക്സി, അതേപോലെ 5 ലിറ്ററിൻ്റെ ബട്ടർഫ്ലൈൻ്റെ കുക്കർ, രണ്ടും ബട്ടർഫ്ലൈൻ്റെ ആയിരുന്നു, അത് പർച്ചേസ് ചെയ്ത്. നല്ലൊരു ഡീലായിട്ടാണ് തോന്നിയത്. മിക്സി നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ സ്റ്റീലിൻ്റെ മിക്സി ഇത്ര ചെറിയ പൈസയിൽ കണ്ടപ്പോൾ മാവൊക്കെ അരക്കാൻ ഇവിടുന്ന് അലേനത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി. ഇനിയാണ് നമ്മളെ അലേനും ദുബായിലും ഷോപ്പിംഗ് ചെയ്ത് ചെറിയ ചെറിയ ഗ്ലിംസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ അലേൻ്റെ ഉള്ള ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് ജീമി ഗിഫ്റ്റ് മാർക്കറ്റ്. ഇവിടെ നിന്നാണ് എനിക്ക് പകുതി ഡെക്കോർ ഐറ്റംസ് കിട്ടിയത്, വളരെ ചെറിയ പൈസക്ക്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു ലോകമാണ്, ഇതിൽ കയറിയാൽ നമ്മൾ കൺഫ്യൂസ് ആവും. പക്ഷേ കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ഡെക്കോർ ഐറ്റംസൊക്കെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. ഞങ്ങളെടുത്തത് ഗാവ സെറ്റും കപ്പ് സെറ്റൊക്കെയാണ്. അപ്പോൾ ഇത് എൻ്റെ സിസ്റ്റർക്ക് വേണ്ടി ഒരു ഗാവ സെറ്റ് വേണം പറഞ്ഞപ്പോൾ ഈ കളർ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ ഒരു പീസ് പൊട്ടിയതായതുകൊണ്ട് അവരിങ്ങനെ പാക്ക് ചെയ്ത് തന്നു. ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കിട്ടുകയും ചെയ്തു. പിന്നെ ഈ രണ്ട് കാണുന്ന ഒരേപോലത്തെ കപ്പ് സെറ്റും ഗാവ സെറ്റുമാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഡെയിലി യൂസിനുള്ള കട്ട്ലറി സെറ്റ്, അതൊക്കെ ചെറിയ പൈസക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തത്. പിന്നെ നാട്ടിലേക്ക് വരുന്ന ഒരു 1 വീക്ക് മുന്നേ ഞാൻ അല്ലേന്ന് ദുബായിക്കാണ് പോയത്. അപ്പോൾ ദുബായിക്ക് പോണ ഒരു ദിവസം മുന്നേയാണ് ഞങ്ങൾ കുവൈത്താത്ത് ലുലുന്ന് കുറച്ച് അത്യാവശ്യ ഷോപ്പിംഗ് ചെയ്യാൻ പോയത്. അപ്പോൾ ഇതാണ് നമ്മളെ അലൈനിലെ സ്വന്തം കുവൈത്താത്ത് ലുലു. നമ്മളെ ഗ്രോസറി ഷോപ്പിംഗ്, അതേപോലെ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ, ഡിന്നർ സെറ്റ്സ് ഒക്കെ ഈ കുവൈത്താത്ത് ലുലു എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്ത്. ഇതിൻ്റെയൊക്കെ വ്ളോഗ്സ് ഞാൻ പയ്യെ കാണിച്ചിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഡിന്നർ സെറ്റ്സൊക്കെ ഇവിടെ നല്ല പ്രൈസിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഒന്നും കൂടി ഇവിടെ ഒന്ന് കയറിയൊക്കെ കരുതി വന്നതാണ്. ജസ്റ്റ് ഫൈനൽ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ്. ക്വിൽട്ട് ആണെങ്കിലും ബെഡിങ്സ് ആണെങ്കിലും കർട്ടൻസ് ആണെങ്കിലും ഇതൊക്കെ എങ്ങനെ വേണമെന്ന് ചെറിയൊരു ഐഡിയ തലയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്രേ എന്നുള്ളൊരു ഷെയ്ഡിലേക്കാണ് ഞങ്ങൾ അധികം മാറിയത്. ഇങ്ങനത്തെ പർച്ചേസിങ്സൊക്കെ ഞങ്ങൾ ശരിക്കും 1 വർഷം മുന്നേയാണ് ചെയ്തത്. ബെഡ്റൂമിൻ്റെ തീംസ് നോക്കുക, അതേപോലെ കളേഴ്സ് നോക്കുക, ക്വിൽട്ട്സും വെഡ്ഡിങ്സൊക്കെ വാങ്ങി, അതേപോലെ പ്ലാന്റ്സിന് വേണ്ടി ഒരു ഷോ പോലത്തെ ഒരു ലാഡർ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അതെങ്ങനെ എത്താമെന്ന് അറിഞ്ഞില്ല. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം വാങ്ങി. അത് ഇവിടെ സേഫായി എത്തുകയും ചെയ്തു. കാർഗോയിൽ വരുന്ന ഓരോ സാധനത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. കാർഗോ ടീം അത്രയും സൂക്ഷിച്ചിട്ടാണ് പാക്ക് ചെയ്യുക. പക്ഷേ നമ്മളെ ഭാഗത്തു നിന്നൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ലിസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ. ഈ കാണുന്ന കാർഗോ സാധനങ്ങളൊക്കെ ഒറ്റയടിക്ക് വാങ്ങിയതല്ല. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു പ്ലാനായിരുന്നു. നമ്മളിവിടെ വീട് രജിസ്റ്റർ ചെയ്ത് പോയപ്പോഴേ ഓരോ സാധനം ഓരോ മാസം ഇങ്ങനെ വാങ്ങി വെക്കും. അങ്ങനെ ഒന്നായിട്ട് വാങ്ങാൻ ആരെ കയ്യിലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓരോ മന്ത് ഓരോ സാധനം ഇങ്ങനെ വാങ്ങി വെക്കും. പാൻഡമിക് ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മൾ വെക്കേഷന് വരവൊക്കെ മുടങ്ങി.
അങ്ങനെ നമ്മുടെ വീടിരിക്കൽ പ്ലാൻസ് ഒക്കെ ഡിലേ ആയതുകൊണ്ട് മാത്രം നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടിയെന്ന് പറയാം. എല്ലാം നല്ലതിന്. ഹസ്ബൻഡ് കുറേ മുന്നേ ബബിൾ റാപ്പിൻ്റെ വലിയൊരു റോൾ തന്നെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. കാരണം ഓരോ സാധനം നമ്മൾ സ്വന്തമാണ് പാക്ക് ചെയ്തത്. ഒരു സാധനം പൊട്ടാത്ത രീതിയിലാണ് ബബിൾ റാപ്പ് ചെയ്തിട്ട് ഞങ്ങൾ കാർഗോക്ക് വിട്ടെന്ന്. അങ്ങനെ നമ്മൾ ഓരോ സാധനം വാങ്ങിക്കൂട്ടിയത് അത്യാവശ്യ സാധനങ്ങളായിരുന്നു. എല്ലാം കാണാൻ വലിയ വലിയ ബോക്സ് ആണെങ്കിലും വലിയ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളായിരുന്നു. അതുകൊണ്ട് നമ്മൾ സീ കാർഗോ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. കാരണം നമുക്ക് 3 to 4 months ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സീ കാർഗോയിൽ നമ്മൾ ഒരു 6 to 7 ബോക്സസ് ഏകദേശം നമുക്കൊരു 150 kgsൻ്റെ അടുത്താണ് വന്നത്. അത് നമ്മൾ അങ്ങനെ കാർഗോ ചെയ്യാൻ തീരുമാനിച്ചു. ഇനി ബോംബെത്തെ കുറച്ച് സംഭവങ്ങൾ നോക്കിയാലോ. ഇത് എൻ്റെ ഫ്രണ്ട് നിങ്ങളെല്ലാവരും ഈദ് വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവളിൻ്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞിട്ട്, കൂടാതെ വീടിരിക്കൽ കൂടിയാണ് അവൾക്കറിയാം. അതുകൊണ്ട് ഇൻസ്റ്റയിൽ ഒലിവ് സ്റ്റോർ പറഞ്ഞൊരു പേജ് ഉണ്ട്. അവരെടുത്ത് ഹോം എസൻസ്, അതായത് ബോൾസ്, പ്ലേറ്റ്സ് ആണ് എനിക്ക് വേണ്ടി പെർ പീസ് അവൾ സെലക്ട് ചെയ്തിട്ടാണ് വാങ്ങിയത്. അടിപൊളി സംഭവമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ എൻ്റെ സ്റ്റോറീസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയയിൽ തന്നെ ഞാൻ ഈ പാത്രങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ പേജിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിക്ചറിൽ കാണുന്ന ഇതേ പ്ലേറ്റ്സിൻ്റെ താഴെ വരുന്ന ബോൾസ് എൻ്റെ കല്യാണത്തിന് വന്ന ഗിഫ്റ്റ്സാണ്. ഞാൻ സൂക്ഷിച്ച് ബോംബെയിൽ വെച്ചതേന്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബിഗ്ഗസ്റ്റ് ടാസ്ക്. എനിക്ക് ഇതൊന്ന് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിക്കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അത് പാക്ക് ചെയ്തത്. പാക്ക് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് അൺപാക്കിങ്, പക്ഷെ അത് അത്രയും സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങളൊരു നൈറ്റ് ഫുൾ ശരിക്കും ഇത് അൺബോക്സിങ്ങിനെ തന്നെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം അത്രയും ഹറിബറി ആയതുകൊണ്ട്. ഈ ഒരു തളിക ആർക്കൊക്കെ ഓർമ്മയുണ്ട്? നമ്മളൊരു ആടുചൂടലിൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു അറബി വീട്ടിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ്. അത് ശരിക്കും ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോയപ്പോൾ ആണുങ്ങളെല്ലാവരും കൂടി അടിച്ച് മാറ്റിയതാണ് കേട്ടോ അത്. അങ്ങനെ നമ്മളെ ക്രോക്കറി ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഹസ്ബൻഡ് വാങ്ങിയ ഒരു ടീ സെറ്റ്, അത് ഒന്നും ആയിട്ടില്ലല്ലോ നോക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല, അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങളെ കാർഗോ അൺബോക്സിങ് അവസാനത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ 2 piece ഓവൻ വെയർ, അതായത് ബോറോസിലിൻ്റെ ഓവൻ ഡിഷിൽ വലിയൊരു ട്രേ പൊട്ടിപ്പോയി. അത് കുറച്ചും കൂടി സൂക്ഷിച്ച് പാക്ക് ചെയ്യായിരുന്നു. അങ്ങനെ അതിൻ്റെ കാര്യം തീരുമാനമായി. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാർപ്പറ്റ്സും ഫേർണിച്ചേഴ്സും ഒക്കെ സെറ്റ് ചെയ്യുന്നു. കാരണം അടുത്ത ദിവസം മോർണിംഗ് സുബൈ നിസ്കരിക്കലും അതേപോലെ പാല് കാച്ചലായിരുന്നു. നമ്മൾ ജസ്റ്റ് വീട്ടുകാർ ചെയ്തതാണ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഷോപ്പിംഗ് ഹിയർ ആൻഡ് ദെയർ, അതേപോലെ ഡേയ്സ് ബിഫോർ ഹൗസ് വാമിംഗ് എന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോ എല്ലാവരോടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. So we'll see you in the next one. Till then, thank you. Bye-bye.